ഒരു 5 മിനിറ്റിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല ഞങ്ങളുടെ സൗഹൃദത്തിൻ്റെ കഥ. ഞാൻ അജയ് പീറ്റർ. ഞങ്ങൾ 3 പേരായിരുന്നു. അത് മിക്കപ്പോഴും അങ്ങനെയാണല്ലോ. ജീവിതത്തിൽ ചൊറിയന്മാരായ ഫ്രണ്ട്സ് ഉണ്ടെന്ന് തോന്നുന്നവർ എൻ്റെ കഥ കണ്ടിരിക്കണം. പ്രൊഫഷണൽ കോളേജിൻ്റെ പഠിക്കൽ ഓർത്തുവയ്ക്കാൻ കഴിയാത്ത നിമിഷങ്ങളിൽ തുടങ്ങിയതായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. വളരെ ആകസ്മികമായ ആ കണ്ടുമുട്ടലിലൂടെയാണ് ടിനുവും അശ്വിനും ഫ്രണ്ട്സായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പടികളധികം പിന്നിടും മുമ്പ് തന്നെ ലോകത്തിലെ ഏറ്റവും ക്രൂരന്മാരായ ഫ്രണ്ട്സ് എൻ്റേതാണെന്ന് എനിക്ക് തോന്നി. ഒരുമിച്ച് കാട്ടിയ തമാശകളിൽ പലതും ഞാൻ ഒറ്റയ്ക്ക് പിടിക്കപ്പെടുന്നത് കണ്ട് അവർ മാറി നിന്ന് ചിരിക്കുമ്പോൾ ഇതാണോ ഫ്രണ്ട്ഷിപ്പ് എന്നെനിക്ക് തോന്നിയിരുന്നു. സൗഹൃദത്തിൻ്റെ പേരിൽ അവർ സമ്മാനിച്ച നിമിഷങ്ങൾ മറക്കാനാവില്ല. പക്ഷേ എൻ്റെ പഴഞ്ചൻ മനസ്സിന് അതിലെല്ലാം സൗഹൃദത്തിൻ്റെ സന്തോഷങ്ങൾക്കും അപ്പുറം ഒറ്റപ്പെടലിൻ്റെ വേദനയെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇടുങ്ങിയ വഴികളിലൂടെ വന്ന എനിക്ക് അവരുടെ ചെറിയ തമാശകൾ പോലും അസഹനീയമായി തോന്നി. ഒളിച്ചെഴുതുന്ന കവിതകളും എൻ്റെ പൊട്ടക്കണ്ണടയും എടുത്ത് ഓടുന്നതായിരുന്നു അവരുടെ പതിവ് ഹോബി. ആകസ്മികമായി തുടങ്ങിയ ഈ ഫ്രണ്ട്ഷിപ്പിന് എന്തർത്ഥമാണുള്ളതെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയിരുന്നു. പ്രശ്നങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഫ്രണ്ട്സ് പോലും ഇല്ലാത്ത പരാജിതനാണ് ഞാനെന്ന് പോലും എനിക്ക് തോന്നി. കവിതകളായിരുന്നു എൻ്റെ ലോകം. കവിതകളിലൂടെ ലോകം എന്നെ അറിയണമെന്ന് ആഗ്രഹിച്ചിട്ടും അത് തിരിച്ചറിയാൻ പോലും ഇവിടെ ആരുമില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആരോടും പറയാതെ കോളേജ് പടികൾ ഇറങ്ങാൻ തീരുമാനിച്ചു. ഹലോ അജയ്, ഹാപ്പി ബർത്ത്ഡേ. ഹലോ, ആരാ? എനിക്ക് മോനെ നന്നായി അറിയാം. ഞാൻ ടിനുവിന്റെ അമ്മയാ. പക്ഷെ ആന്റി, അവന് വീട്ടിൽ വന്നാൽ അജയിനെ പറ്റി പറയാനേ നേരമുള്ളൂ. അവൻ ഇവിടെ വന്ന് എല്ലാം പറയും. മോൻ തുടക്കത്തിൽ ഷൈയായിരുന്നെന്നും പിന്നെ അത് മാറ്റിയെടുക്കാൻ അവനും അശ്വിനും കൂടെ തമാശകൾ ഒപ്പിച്ചതെല്ലാം അവൻ പറഞ്ഞിട്ടുണ്ട്. അത് ആന്റി, ഞാൻ കുറച്ച് വേദനിപ്പിച്ചെങ്കിലും മോനിപ്പോൾ നല്ല സ്മാർട്ടായെന്നൊക്കെ അവർ പറയുന്നത്. അതിനു വേണ്ടിയല്ലേ അവരതൊക്കെ ചെയ്തത്. ഇപ്പോൾ രണ്ടുപേരും എന്തോ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ ആയി ഇവിടെ വെയിറ്റ് ചെയ്യുക. മോൻ ഇങ്ങോട്ട് വാ. ശരി ആന്റി, ഞാൻ വരാം. വൈകിയുണ്ടാവുന്ന തിരിച്ചറിവുകൾ ചിലപ്പോൾ കണ്ണുകളെ നനയ്ക്കും. ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു അവരിലൂടെ എനിക്കുണ്ടായ മാറ്റം. പോടാ. അതെ, ഞാൻ പരിഹാസങ്ങളെ അതിജീവിക്കാൻ പഠിച്ചു. എനിക്ക് പുതിയൊരു വ്യക്തിത്വം സമ്മാനിച്ച അവരുടെ അടുത്തേക്ക് ഞാൻ പോകുകയാണ്. കണ്ണിൽ നനവും മനസ്സിൽ ചിരിയും സൂക്ഷിച്ച്. അവർ കാത്തുവച്ച ഗിഫ്റ്റ് തേടിയല്ല, മനസ്സിൽ സൂക്ഷിച്ച സ്നേഹം തേടി. ഒരു ജീവൻ്റെ ആദ്യ ശ്വാസം, അതവൻ്റെ മരണത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയാണെന്ന് ആരോ പറഞ്ഞത് ഓർക്കുന്നു. ഈ നിർണായക വഴിത്തിരിവിൽ നിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ലോകമറിയാതെ നടന്ന് എന്നെ മാറ്റിയെടുത്ത, ജീവിതത്തിന് നിറമുണ്ടെന്ന് തെളിയിച്ച എൻ്റെ സ്വന്തം ഫ്രണ്ട്സ്. ഈ നിർണായക വഴിത്തിരിവ് അത് മറ്റൊന്നുമായിരുന്നില്ല, എൻ്റെ മരണമായിരുന്നു. പക്ഷേ വിട്ടുപോകാൻ പോലും മനസ്സില്ലാതെ ഇരിക്കുന്ന ഇവരെ ഞാൻ എങ്ങനെ പിരിയും? ഇവരില്ലാതെ ഞാൻ എവിടെ പോകാൻ? കാരണം മരിച്ചത് ഞാനല്ലേ, സൗഹൃദമല്ലല്ലോ.